ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി നാടൻ മീൻ കറിയാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കി നോക്കാം. അതിനായിട്ട് എനിക്ക് കുറച്ച് അയിലക്കുട്ടികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സബോള ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് സബോളയാണ് കേട്ടോ, അത്ര വലുതുമല്ല അത്ര ചെറുതുമല്ല, അങ്ങനത്തെ സബോളയാണ്. അപ്പോൾ ഒക്കെ നന്നായും ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര ആവശ്യം അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇവിടെ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറില്ലേ? നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുക വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഏകദേശം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പച്ചമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മീൻകറിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുണ്ടാവും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തു മാത്രം. നിങ്ങളെങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ഏകദേശം ഇതുപോലൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുക വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച് സബോളൊക്കെ ഇട്ട് കൊടുക്കണം ചട്ടിയിലേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നാടൻ പുളിയാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് കുടംപുളി ഇടുന്നവർക്ക് കുടപ്പുളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ സാധാ പുളി ഇടാറ് കേട്ടോ, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ സബോള ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് അയിലക്കുട്ടികളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അയിലക്കുട്ടികളൊക്കെ ധാരാളമായി കിട്ടുന്ന സമയമല്ലേ. ഇപ്പോൾ ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി തക്കാളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ എന്താണ് എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ? ആരും ഒന്നും അഭിപ്രായമൊന്നും പറയണില്ല കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി നല്ല മിക്സായിട്ട് വരട്ടെ. ഇതൊക്കെ എൻ്റെ ഉമ്മൊക്കെ ആദ്യമൊക്കെ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ള കറികളാണ് കേട്ടോ. പണ്ടത്തെ ആൾക്കാരൊക്കെ നല്ലോണം ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കിയിട്ട് തന്നെയാണ് അവർ പാചകം ചെയ്തിരുന്നത്. സാധാ നാളികേരം നടക്കാതെ മുളകൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ 2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തോളൂ. അപ്പോഴാണ് പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. അത് നന്നായി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. എത്രത്തോളമാണ് നമ്മൾ കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ പുളിയൊക്കെ. ഞാൻ പിന്നെ ഇവിടെ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് പുളിവെള്ളം ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നല്ലോ, അതിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ഒരു നാടൻ മീൻകറിയുടെ മണം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചോറിൽക്കും നല്ല അടിപൊളിയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കപ്പൊക്കെ ഉണ്ടല്ലോ, കപ്പൊക്കെ പുഴുങ്ങിയിട്ട് അതിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കും ഒക്കെ പറ്റിയൊരു നല്ലൊരു മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ മീൻ കറി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കും വേണേ. അപ്പോൾ ഞാൻ ലാസ്റ്റൊക്കെ സെറ്റായപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഞാൻ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുക വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഓക്കെ. അപ്പോൾ നാളെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരയ്ക്കും ബായ്.